ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മദേഴ്സ് ഡേ ആണല്ലോ. എല്ലാ അമ്മമാർക്കും എൻ്റെ ഹാപ്പി മദേഴ്സ് ഡേ. ഇന്നത്തെ സ്പെഷ്യൽ ഗോബി മഞ്ചൂരിയൻ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കോളിഫ്ലവർ 1 പൗണ്ട്, സവോള ചെറുതായി കട്ട് ചെയ്തത് 1/2 കപ്പ്, പച്ചമുളക് സ്ലൈസ് ചെയ്തത് 2 എണ്ണം, ഇഞ്ചി മിൻസ് ചെയ്തത് 3 ടേബിൾ സ്പൂൺസ്, വെളുത്തുള്ളി മിൻസ് ചെയ്തത് 3 ടേബിൾ സ്പൂൺസ്, സോയ് സോസ് 2 ടേബിൾ സ്പൂൺസ്, ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺസ്, ടൊമാറ്റോ കെച്ചപ്പ് 3 ടേബിൾ സ്പൂൺസ്, ബെൽ പെപ്പർ ഓർ ക്യാപ്സിക്കം ക്യൂബായി കട്ട് ചെയ്തത് 1/2 കപ്പ്, ഗ്രീൻ അനിയൻ ചോപ്ഡ് ഫോർ ഗാർണിഷ്, വെള്ളം ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ചൂടുവെള്ളം 1 കപ്പ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തത് 3/4 കപ്പ്, ഓൾ പർപ്പസ് ഫ്ലവർ 5 ടേബിൾ സ്പൂൺസ്, കോൺഫ്ലവർ 6 ടേബിൾ സ്പൂൺസ്, റൈസ് ഫ്ലവർ 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. നമുക്ക് കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്ന 5 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവറും 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരിപ്പൊടി ആഡ് ചെയ്യുന്നത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇതിലോട്ട് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. വെള്ളം ഒരുമിച്ച് എല്ലാം കൂടി ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ മാവ് ഒരുപാട് ലൂസായി പോവും. മാവ് ലൂസായാൽ കോളിഫ്ലവർ കോട്ട് ചെയ്യില്ല. ഈ രീതിയിൽ വേണം ബാറ്റർ ഇരിക്കാൻ. ഒത്തിരി ലൂസും അല്ല, ഒത്തിരി തിക്കും അല്ല. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കോളിഫ്ലവർ ഈ മാവിൽ മുക്കി നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇത് ഏകദേശം 15 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ഇനി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പേപ്പർ ടവലിട്ട് പാത്രത്തിലോട്ട് എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള കോളിഫ്ലവർ മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കാം. ഇതിനു വേണ്ടി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകിട്ട് വഴറ്റുക. നിങ്ങളുടെ എരിവിനനുസരിച്ച്
പച്ചമുളകിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പച്ചമുളക് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും സോയ് സോസും ആവശ്യത്തിന് സോൾട്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലോട്ട് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഗ്രേവി തിക്കാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഗ്രേവി തിക്കായിട്ടുണ്ട്. ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബെൽ പെപ്പർ ഇട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഗ്രേവി കോളിഫ്ലവറിൽ നന്നായിട്ട് കോട്ട് ചെയ്യണം. ഇത് ശരിക്കും മിക്സായി കഴിയുമ്പോൾ ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന ഗ്രീൻ അനിയൻസ് ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് share and subscribe. Thank you for watching. Bye bye.